ഇടുക്കി നെടുങ്കണ്ടത്ത് വീടിന് മുകളിലേക്ക് മരവും വൈദ്യുതി കമ്പിയും പൊട്ടി വീണു. നെടുങ്കണ്ടം കട്ടക്കാല കോമളത്തിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ജെയിൻ ഇസ്രാജ് വിവരങ്ങൾ. ജെയിൻ, ഇതിപ്പോ ഒരു സംഭവം, മഴ കനത്താൽ ഇടുക്കിയിൽ എവിടെ വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്ന ആശങ്കയാണല്ലേ? തീർച്ചയായിട്ടും ദിവിഷ്, അങ്ങനെ തന്നെയാണ്. കാരണം മലയോര മേഖലയാണ്. മണ്ണിടിയാനും മരം വീണുമുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് രാവിലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇന്നലെയാണ് അപകടമുണ്ടായത്. ചികിത്സയിലിരിക്കെ തേനി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള മാലതി അവരുടെ മരണം സംഭവിച്ചത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുണ്ട്. മരം ഒടിഞ്ഞു വീണ അല്ലെങ്കിൽ മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിച്ചിൽ കുറച്ച് മഴ ശക്തി പ്രാപിക്കുന്നതോടുകൂടി ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഓരത്താണ്. ഇവിടെ റോഡ് നിർമ്മാണം നടക്കുകയാണ്. റോഡിൻ്റെ ഒരു വശം വലിയ ഉയരത്തിൽ നിന്ന് ഇടിച്ചു താഴ്ത്തി അവിടെ വീതി കൂട്ടുന്ന ജോലികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ സംരക്ഷണ ഭിത്തി പൂർത്തിയായിട്ടുണ്ട്, മറ്റിടങ്ങളിൽ അത് പൂർത്തിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ പൂർത്തിയായിടത്തും അല്ലാത്തിടത്തും മണ്ണിടിച്ചിൽ ഉണ്ട്. ഇപ്പോൾ അടിമാലിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി. അതുവഴിയുള്ള ഗതാഗതം, കല്ലാറ് നിന്ന് വാഹനങ്ങൾ ഇരുട്ടുകാലത്ത് നിന്ന് വാഹനം ആനച്ചാല് വഴി തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റോഡ് നിർമ്മാണം നടക്കുന്ന പല സ്ഥലത്തും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയായി ഈ റോഡ് മാറിയിട്ടുമുണ്ട്. ദിവേഷ്.